ലഹരിക്കെതിരായ പ്രതിരോധം യുവതയ്ക്കായുള്ള പോരാട്ടമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ പറഞ്ഞു. വള്ളികുന്നം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ലഹരി മാഫിയയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടം യുവതയുടെയും നാടിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ലഹരി മാഫിയയ്ക്കെതിരെ വള്ളികുന്നം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവർജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവെങ്കിൽ, ബാറുകളുടെ ലൈസൻസുകൾ കട്ട് ചെയ്തുവെങ്കിൽ, ഒന്നൊന്നായി ബാറുകൾക്ക് ലൈസൻസ് വീണ്ടും കൊടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിലാകമാനം 1000-ലധികം ബാറുകളാണ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പുതുതായി തുടക്കം കുറിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മദ്യ ലോബിയുടെ മദ്യരാജാക്കന്മാരുടെ കരങ്ങളിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 25 ദിവസക്കാലം കേരളത്തിലെ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന കോൺട്രാക്ടർമാർ സമരത്തിൽ ഏർപ്പെടുത്തു. ഇവിടെ ഒരു ഭരണ നേതൃത്വവും ഒരു ഗവൺമെന്റും ചർച്ച നടത്തി പരിഹരിക്കുവാൻ ശ്രമിക്കും നമ്മൾ കണ്ടില്ല. പക്ഷെ ആ 25 ദിവസക്കാലവും ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും നെട്ടോട്ടമായിരുന്നു പാലക്കാട് എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് ബ്രൂവറിയും ഡിസ്റ്റിലറിക്കും അനുമതി കൊടുക്കുവാൻ വേണ്ടി, മദ്യരാജാക്കന്മാർക്കും വേണ്ടി, മദ്യമുതലാളിമാർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അതപ്പുതിച്ച് മുന്നോട്ട് പോയി. രാഷ്ട്രീയ യജമാനന്മാർക്ക് മുമ്പിൽ മുദ്രാവാക്യവും ആശയവും അടിയറ വെച്ച ഡിവൈഎഫ്ഐയും SFIയും അണികളെ കൂടെ നിർത്താനുള്ള മാർഗമായി ലഹരിയെ വിനിയോഗിച്ചതാണ് യുവതലമുറയിലെ ലഹരി വ്യാപനത്തിന്റെ പ്രധാന കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ KPCC സെക്രട്ടറി ജ്യോതി രാധിക വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തപത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈർ വള്ളികുന്നം സ്വാഗതം ആശംസിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ ഭരത് വേണുഗോപാൽ, KSU നിയോജക മണ്ഡലം ഷാൻ ചാരുമൂട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.